പാലക്കാട് 1957 ജനുവരി 1 ജില്ല രൂപീകൃതമായി. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യവസായവൽകൃത ജില്ല. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല. 1766-67 കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച പാലക്കാട് കോട്ട ജില്ലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഏറ്റവുമധികം കർഷകർ ഉള്ള ജില്ല പാലക്കാടാണ്. ഏറ്റവുമധികം പട്ടികജാതിക്കാർ ഉള്ള ജില്ലയും പാലക്കാടാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം പാലക്കാടാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായിലാണ്. നെല്ല് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാടാണ്. ഭാരതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ചിറ്റൂർ പുഴ, ഭവാനിപ്പുഴ, ശിശുപാണിപ്പുഴ, ഗായത്രിപ്പുഴ, തൂക്കപ്പുഴ, കുന്തിപ്പുഴ എന്നിവയാണ് ജില്ലയിലെ പ്രധാന നദികൾ. മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം പാലക്കാടാണ്. ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. പാലക്കാട് ചുരം ഏറ്റവും അധികം റവന്യൂ ഡിസ്ട്രിക്റ്റ് ഉള്ള ജില്ല. ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉദ്ഭവിക്കുന്നു. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ്. ദേശീയോദ്യാനമായ സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽ ഫാക്ടറി ആസ്ഥാനം കഞ്ചിക്കോടാണ്. ടെലഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം കഞ്ചിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം കഞ്ചിക്കോടാണ്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശം നേരിടുന്ന മൃഗമാണ് സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാമാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. കേരളത്തിൻ്റെ റോക്ക് ഗാർഡനും മലമ്പുഴയാണ്. കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച യക്ഷി എന്ന ശില്പം മലമ്പുഴയിലാണ്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പേരുകേട്ട നെല്ലിയാമ്പതി പാലക്കാടാണ്. നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നു. ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നു. പ്രകൃതിദത്തമായ വെള്ളത്തിന് പേരുകേട്ട ശിശുപാണിപ്പുഴ പാലക്കാടാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല തൂക്കംപൂരിലാണ്. ചിമ്മിനി ഡാം, ഡോണറി വെള്ളച്ചാട്ടം, കാഞ്ഞിരപ്പുഴ ഡാം, ശിരുവാണി ഡാം എന്നിവ ജില്ലയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഏറ്റവും അധികം സ്ത്രീ തൊഴിലാളികളുള്ള ജില്ല പാലക്കാടാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത് ഗുരുമഠം പാലക്കാടാണ്. ശോകനാശിനി തീരത്താണ്. കണിയാൻ കളി പാലക്കാട് ജില്ലയിലെ പൈതൃക കലാരൂപമാണ്. ആളപൂട്ട് മത്സരം പാലക്കാട് ജില്ലയിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ ആസ്ഥാനം ഒലവങ്കോടാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാടാണ്. വർഷത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പാലക്കാട് ചുരത്തിലെ വളവ് മഴയുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്.